ഹായ് കൂട്ടുകാരെ, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഗായൂസ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഇത് കണ്ടോ, ഇത് മുട്ടത്തോടാണ്. ഇത് നമ്മുടെ വീട്ടിലെ തന്നെ കോഴിയിട്ട മുട്ട പലപ്പോഴായിട്ട് നമ്മൾ ഉപയോഗിച്ച കുറേ ദിവസങ്ങൾ കൊണ്ട് ഉപയോഗിച്ചതിന് ശേഷം കഴുകി കമിഴ്ത്തി വെച്ച് ഉണക്കിയെടുത്തേക്കുന്നതാണ് ഈ മുട്ടത്തോട്. ഇത് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇതിനെ പൊടിച്ച് ചെടികളുടെയും അതുപോലെ തന്നെ റോസച്ചെടിക്കൊക്കെ ഒത്തിരി നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ തക്കാളിക്ക് ഒത്തിരി നല്ലതാണ്. തക്കാളിക്ക് കാൽസ്യത്തിൻ്റെ കുറവുണ്ടെങ്കിൽ തക്കാളിയുടെ കായ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ചുവട്ടിലൊരു കറവല് പോലെ വന്നിട്ട് അതിങ്ങനെ ചുങ്ങി കേടായി ചിലപ്പോൾ തക്കാളി പൊട്ടൽ വരും. അതൊക്കെ കാൽസ്യക്കുറവുണ്ടാകുന്നതാണ് പറയുന്നത്. അപ്പം ആ കുറവിനെ പരിഹരിക്കാൻ വേണ്ടി ഞാൻ ഈ മുട്ടത്തോട് പൊടിച്ച് നല്ലോണം മിക്സിക്കകത്തിട്ട് പൊടിക്കും. മിക്സിയുടെ ജാറിലേക്കിട്ട് പൊടിച്ചെടുത്ത് സൂക്ഷിച്ച് വയ്ക്കാറാണ് പതിവ്. ഇപ്പം ഇതുപോലെ ഈ പാത്രം ഇതൊരു അതിൻ്റെ കൂടാണ്, എന്തോ ജൗളി കൊണ്ടുവന്നതിൻ്റെ ഒരു കൂടാണ്. അപ്പം അതിനകത്തിട്ട് എന്നും ഇങ്ങനെ ഞാൻ കമിഴ്ത്തി വെള്ളം കളഞ്ഞതിന് ശേഷം കഴുകി കമിഴ്ത്തും കേട്ടോ. കഴുകി കമിഴ്ത്തി വെക്കണം, അല്ലെങ്കിൽ ഇതിനൊരു മണമുണ്ട്. ഇപ്പോൾ ഒരു സ്മെല്ലും ഇല്ല, നല്ല ഉണങ്ങി നല്ല കുട്ടപ്പനായിട്ടിരിക്കുകയാണ്. ഇനി ഇതിനെ നമ്മൾ ഈ മിക്സിക്ക് ജാറിനകത്തിട്ടിട്ട് മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ല പൊടിച്ച് എടുത്ത് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കാം. ഇനി ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാമേ. ഇത് കണ്ടോ, നമ്മളിതിപ്പോൾ ഒന്ന് പൊടിച്ച് എടുത്തുകൊണ്ട് വന്നിരിക്കുവാണേ. ഇത് ഇച്ചിരി നേരം ഇങ്ങനെ നിരത്തി വെച്ച്, ഇത് മിക്സി പൊടിക്കുന്നതുകൊണ്ട് ഇതിന് ലേശം ചൂട് വരും. അപ്പോൾ ആ ചൂട് കളഞ്ഞതിന് ശേഷം നമ്മളിത് ഒരു അടപ്പ് പാത്രത്തിനകത്ത്, ഒരു കണ്ടെയ്നർ പോലത്തെ ഒരു പാത്രത്തിനകത്തിട്ട് അടച്ച് വെക്കും. പിന്നീട് നമ്മൾ ചെടിച്ചട്ടിക്ക് പോട്ടിംഗ് മിക്സൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ആ പോട്ടിംഗ് മിക്സിനകത്തേക്ക് ഇത് ചേർക്കും. അതുപോലെ തന്നെ നമ്മൾ തക്കാളി അങ്ങനെയുള്ളതിൻ്റെ ചുവട്ടിൽ, റോസയുടെയൊക്കെ ചുവട്ടിൽ വെറുതെ തൂളിയും കൊടുക്കാറുണ്ട്. ഇത് നാടൻ കോഴിയുടെ, നമുക്കിവിടെ നാടൻ കോഴിയുണ്ട്. അപ്പോൾ ഈ നാടൻ കോഴിയുടെ മുട്ടയായതുകൊണ്ടാണ് ഇതിൻ്റെ ഈ തൊണ്ടിന് ഇതുണ്ട് ലേശം ചുവപ്പ് നിറത്തിൽ ഇത് കിടക്കുന്നത്. നാടൻ കോഴിമുട്ടയ്ക്ക് ഗുണം ഏറുമെന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ മുട്ടത്തോടിനും ഗുണം കൂടുതലുണ്ടായിരിക്കുമല്ലേ. എന്തായാലും നമ്മൾ ഇതിങ്ങനെ പൊടിച്ച് സൂക്ഷിച്ച് വയ്ക്കാറുണ്ട്. ഒരു മുട്ടയുടെ തോട് പോലും പറമ്പിലേക്ക് വലിച്ചെറിയാറില്ല. നല്ലോണം എല്ലാം കഴുകി വൃത്തിയാക്കി വയ്ക്കും. ഇത് ഒരു ദിവസം 2 ദിവസം കൊണ്ടൊന്നും ഇത്രയും കിട്ടത്തില്ല കേട്ടോ. ഇത് കുറേ ദിവസങ്ങൾ, ഒരു മാസങ്ങളോളം ഉപയോഗിക്കുന്ന മുട്ടയുടെ തൊണ്ടാണിത്. ഞാൻ കുറേ മുട്ട വിൽക്കാറുണ്ട്. നമ്മുടെ ആവശ്യത്തിന് മാത്രമേ ഇവിടെ എടുത്തേച്ച് ബാക്കി മുട്ട ഞാൻ വിൽക്കാറുണ്ട്. അപ്പം ഈ മുട്ടത്തോട് കൊണ്ട് ഒരുപാട് കാൽസ്യത്തിൻ്റെ കുറവൊക്കെ പരിഹരിക്കാനായിട്ട് നമുക്ക് ചെടികൾക്കും സാധിക്കും, പച്ചക്കറിക്കും സാധിക്കും. പോട്ടി മിക്സിനകത്തേക്കും ചേർക്കും. ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഓക്കേ കൂട്ടുകാരെ.